ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം തീക്കളിയാണെന്ന് അമേരിക്ക പോലും കരുതുന്നുണ്ട്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഖത്തർ ഉയർത്തുന്നത്. സമാധാനത്തിൻ്റെ നാടാണ് ഖത്തർ. മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ സമാധാന മുഖമാണ് ഈ രാജ്യം. നിരവധി ആഗോള സംഘർഷങ്ങളിൽ ഖത്തർ മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. നിഷ്പക്ഷത പുലർത്തുന്ന ഒരു ഇടനിലക്കാരൻ. അതിനാൽ എല്ലാ രാജ്യങ്ങൾക്കും ഖത്തർ ഏറെ സ്വീകാര്യനുമാണ്. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിനിടെ ഖത്തറിലെ US സൈനിക താവളം ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണം ഖത്തറിനെതിരെയായിരുന്നില്ല, US-നെതിരെയായിരുന്നു. ഇസ്രായേൽ ഗസ യുദ്ധത്തിലെ മധ്യസ്ഥ രാജ്യമാണ് ഖത്തർ. ആ ഖത്തറിനെതിരെയും ഒടുവിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ദോഹയിൽ ഹമാസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് നേർക്കാണ് ചൊവ്വാഴ്ച ഇസ്രായേൽ അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. ഹമാസിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്നാൽ ആക്രമണത്തിൽ ഹമാസ് ഉന്നതരാരും കൊല്ലപ്പെട്ടതുമില്ല. 800-ലധികം അമേരിക്കൻ സൈനികരെ വിന്യസിച്ചിരിക്കുന്ന US സെൻട്രൽ കമാൻഡിൻ്റെ പ്രാദേശിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ. ആ രാജ്യത്തെയാണ് ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത്. US-നും ഇസ്രായേൽ ആക്രമണം വലിയ തിരിച്ചടിയായി. ഇസ്രായേൽ ആക്രമണത്തിനെതിരെ അതിരൂക്ഷ പ്രതികരണമാണ് ഖത്തർ നടത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ശക്തമായ ഭാഷയിൽ ഖത്തർ വിമർശിച്ചു. കിരാതമായ നടപടിയെന്നാണ് സംഭവത്തെ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽ താനി വിശേഷിപ്പിച്ചത്. ഇസ്രായേലിനെ അപരിഷ്കൃത രാജ്യമെന്നും ഖത്തർ വിശേഷിപ്പിച്ചു. തങ്ങൾ പരിഷ്കൃതരായ ആളുകളോടാണ് ഇടപെടുന്നതെന്ന് കരുതിയിരുന്നുവെന്നും അത് തെറ്റിദ്ധാരണയായിരുന്നുവെന്നുമാണ് ഖത്തർ പ്രധാനമന്ത്രി തുറന്നടിച്ചത്. ഗാസയിൽ ഹമാസിൻ്റെ തടവിൽ കഴിയുന്ന അവശേഷിക്കുന്ന ബന്ദികളുടെ ജീവനാണ് ഇസ്രായേൽ അപകടത്തിലാക്കിയതെന്നും ഖത്തർ കുറ്റപ്പെടുത്തി. പ്രതീക്ഷ ഇല്ലാതാക്കിയെന്നാണ് താൻ കരുതുന്നതെന്ന് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. ആക്രമണം നടന്ന ദിവസം രാവിലെ ഞാൻ ബന്ദികളുടെ കുടുംബത്തിൽ ഒരാളെ കണ്ടിരുന്നു. ഈ വെടിനിർത്തൽ മധ്യസ്ഥതയല്ലാതെ മറ്റ് പ്രതീക്ഷകളൊന്നും അവർക്കില്ലെന്നും അൽത്താനി പറഞ്ഞു. നയതന്ത്ര നിയമ നടപടികളുമായി ഖത്തർ മുന്നോട്ടു പോകാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലിൻ്റെ ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ഉയർത്താനുള്ള നീക്കത്തിലാണ് ഖത്തർ. അറബ് ലീഗും 57 അംഗ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും ഉൾപ്പെടെയുള്ള മറ്റ് കൂട്ടായ്മകളെയും ഖത്തർ ഒപ്പം കൂട്ടും. ആക്രമണത്തിൽ US-ഉം ഇസ്രായേലും തമ്മിൽ എന്തെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കുകയും വെടിനിർത്തലിനായി ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുക എന്നതാണ് ഖത്തറിൻ്റെ ലക്ഷ്യമെന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നത്. വേഗത്തിലുള്ള സൈനിക നടപടിക്ക് സാധ്യതയില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സൈനിക വ്യാപനത്തിനോ മറ്റ് മാർഗങ്ങൾക്കോ ഖത്തറിന് താൽപ്പര്യമില്ല. ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് ഖത്തറിന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയെന്ന അമേരിക്കൻ അവകാശവാദങ്ങളെ ഖത്തർ വിദേശകാര്യമന്ത്രി എതിർത്തിരുന്നു. ആക്രമണത്തിന് 10 മിനിറ്റിന് ശേഷമാണ് US-ൽ നിന്ന് വിവരം വന്നതെന്നാണ് ഖത്തർ പറയുന്നത്. ആക്രമണം ഖത്തറിൻ്റെ സുരക്ഷിതത്വ ബോധത്തിൽ വിള്ളൽ വീഴ്ത്തിയതായി വിദഗ്ധർ പറയുന്നു. ഖത്തർ ഇനി വ്യോമ പ്രതിരോധത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തും. അതിനാണ് സാധ്യത. GCC സുരക്ഷയ്ക്കുള്ള കൂടുതൽ പ്രോത്സാഹനം നൽകും. അതിനൊപ്പം അമേരിക്കയ്ക്ക് പുറത്തുള്ള തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെയാവും ആക്രമണത്തിന് ശേഷം ഖത്തർ സ്വീകരിക്കുന്ന നടപടിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.